മാനേജ് ചെയ്യുന്നു, മാനേജ് ചെയ്യുക, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അത് സോൾവ് ചെയ്യുക എന്നതിലുപരി മാനേജ് ചെയ്യുകയാണ് എല്ലാവരിൽ നിന്നും കിട്ടുന്ന അഡ്വൈസ് എന്ന് പറയുന്നത്. ഇനി കരിയറിൻ്റെ കേസിലായിക്കോട്ടെ, പല കുട്ടികൾക്കും മെഡിക്കൽ എൻട്രൻസ് എഴുതാൻ താല്പര്യമില്ല, എൻജിനീയറിംഗ് എൻട്രൻസ് എഴുതാൻ താല്പര്യമില്ല എന്ന് പറയാറുണ്ട്. പിന്നെ കൺഫ്യൂഷനാണ്, BSc പോകണോ, BComന് പോകണോ, BAക്ക് പോകണോ എന്നിങ്ങനെ. ഇങ്ങനെ നിൽക്കുന്ന ഒരു കുട്ടിക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതൽ അഡ്വൈസും മാനേജ്മെൻറ്റ് പ്രോഗ്രാം ട്രൈ ചെയ്തൂടെ എന്നുള്ളതാണ്. ഇന്ത്യയിൽ മാനേജ്മെൻറ്റിന് പഠിക്കാൻ കഴിയുന്ന ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് IIMs ആണ്. ന്യൂസ് 18 നെക്സ്റ്റ് സ്റ്റെപ്പിലൂടെ ഇന്ന് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് +2 കഴിഞ്ഞ് എങ്ങനെ IIMൽ പഠിക്കാം. ഞാൻ രമ്യ ഗിരിജ, സർട്ടിഫൈഡ് കരിയർ കോച്ചും കോമ്പറ്റേറ്റീവ് എക്സാം ട്രെയിനറുമാണ്. IPMAT, ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇത് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട് എന്നെനിക്കറിയില്ല. +2 കഴിഞ്ഞ് 5 വർഷത്തെ മാനേജ്മെൻറ്റ് പ്രോഗ്രാമിന് IIMൽ പഠിക്കാൻ വേണ്ടി എഴുതേണ്ട ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ് IPMAT എന്ന് പറയുന്നത്. ഈ IPMATൻ്റെ സ്കോറ് വഴി +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം IIMൽ ചെയ്യാം. എന്ന് പറഞ്ഞാൽ അണ്ടർ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒന്നിച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ പറയുന്ന കോഴ്സുകൾ എല്ലാ IIMലും ഇല്ല. കോഴ്സുകളുള്ള IIM ഇൻഡോർ, IIM റോഹ്താക്ക്, IIM റാഞ്ചി, IIM ബോധ്ഗയ ആൻഡ് IIM ജമ്മു. ഈ പറയുന്ന സ്ഥലങ്ങളിൽ IPM എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാവുന്നതാണ്. IPMAT എന്ന് പറയുന്ന ഈ എക്സാമിൻ്റെ 65% വെയിറ്റേജ് റിട്ടൺ ടെസ്റ്റിനാണ്. റിമൈനിങ് 35% പേഴ്സണൽ ഇൻ്റർവ്യൂവിനാണ്. ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്, IPMAT ഒരു ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാം അല്ലേ എന്ന്. ശരിക്കും +2 കഴിഞ്ഞ് ഒരുപാട് എൻട്രൻസുകൾ കുട്ടികൾക്ക് എഴുതാനായിട്ട് സാധിക്കും വിവിധ മേഖലകളിൽ. അത് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ IPMAT എന്ന് പറയുന്ന എക്സാം അധികം കോമ്പറ്റീഷൻ ഇല്ല എന്ന് നമുക്ക് പറയാം. ഓൾ ടുഗദർ ഒരു 40,000 സ്റ്റുഡൻസ് മാത്രമേ അതിന് അപ്പിയർ ചെയ്യാറുള്ളൂ. ലാസ്റ്റ് ഇയറിലെ ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം അതിൽ തന്നെ 20,000 ആൾക്കാരും റിമൂവായി പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ കോമ്പറ്റീഷൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി കോമ്പറ്റീഷൻ കുറവാണ് എന്ന് പറയാം. +2ൽ 60% മാർക്കുള്ള എല്ലാ കുട്ടികൾക്കും ഈ പറയുന്ന എൻട്രൻസ് എക്സാം എഴുതാവുന്നതാണ്. പിന്നെ പല ആൾക്കാർക്കും ഉള്ള കൺഫ്യൂഷൻ, മാത്തമെറ്റിക്സ് പഠിച്ചിരിക്കണ്ടേ IPMAT എഴുതണമെങ്കിൽ എന്നാണ്. മാത്തമെറ്റിക്സ് +2ന് ഒരു സബ്ജക്റ്റായിട്ട് എടുക്കേണ്ടതില്ല, പക്ഷേ എന്നാൽ മാത്സ് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. മാത്സ് അറിയാത്തൊരു കുട്ടിക്ക് IPMATൻ്റെ എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ പറയുന്ന എക്സാമിൽ വരുന്ന സബ്ജക്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, വെർബൽ എബിലിറ്റി ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളാണ്. അതിൽ തന്നെ നമ്മൾ കട്ട് ഓഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹൈ കട്ട് ഓഫും അല്ല സാധാരണ IPMATൽ വരുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ MCQ, പിന്നെ വെർബൽ എബിലിറ്റി, ഇങ്ങനെയാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കട്ട് ഓഫ് ലാസ്റ്റ് ഇയർ ഉള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോർട്ട് ആൻസർ, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ ഷോർട്ട് ആൻസറിന് 24 ആണ് കട്ട് ഓഫ് വന്നത്. 60 മാർക്കിൽ 24 വന്നത്. അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ MCQന് 35 ആണ് വന്നത് 120 മാർക്സിൽ. കട്ട് ഓഫ് വന്ന് 35 മാർക്സ് ആണ്. വെർബൽ എബിലിറ്റിക്ക് 113 ആണ് കട്ട് ഓഫ് മാർക്ക് വന്നത്. ടോട്ടൽ മാർക്ക് 180 ആയിരുന്നു. അപ്പോൾ കട്ട് ഓഫിൻ്റെ കേസിലും ഈ പറയുന്ന 50%ന് താഴെയാണ് പലപ്പോഴും ഈ കട്ട് ഓഫും നിൽക്കുന്നത്. ഇനി ഉള്ള എല്ലാവരുടെയും ഒരു കൺസേൺ എന്ന് പറയുന്നത് IPMAT പോലെയുള്ളൊരു എക്സാമിന് 1 വർഷത്തെ പ്രിപ്പറേഷൻ മതിയോ, 2 വർഷത്തെ പ്രിപ്പറേഷൻ വേണോ, അതോ ഇനി 1 ഇയർ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണോ എന്നുള്ളതാണ്. എൻ്റെ ഒരു 15 വർഷത്തെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ്, 100 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 100 to 120 ഡേയ്സ് മതി നമുക്ക് IPMATൻ്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനും അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതാനും. അപ്പം ഞാൻ ഈ ഒരു 120 ഡേയ്സ് എന്ന് പറയുമ്പോൾ ഒരു അതിശയോക്തിയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം, പക്ഷെ തീർച്ചയായിട്ടും 120 ഡേയ്സ് മതി എന്നുള്ളതാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഡ്യൂറേഷനിലല്ല കാര്യം ഇരിക്കുന്നത്, ഇൻറ്റൻസിറ്റി ഓഫ് പ്രിപ്പറേഷനിലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ 100% പൊട്ടൻഷ്യൽ ഇടാനായിട്ട് സാധിക്കുമെങ്കിൽ ഈ പറഞ്ഞ ദിവസങ്ങൾ തന്നെ ഈ പറയുന്ന എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ട് ധാരാളമാണ്. ഇനി
സാധാരണ എനിക്ക് വരുന്നൊരു ക്വറി എന്ന് പറയുന്നത് ഒരു സെൽഫ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് IP മാറ്റിന് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾക്കിപ്പോൾ കോച്ചിങ്ങിന് പോകാനായിട്ട് സാധിക്കുന്നില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാനാണ് താല്പര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യം നിങ്ങളെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ മാത്രമേ അനുവദിക്കുന്നുള്ളൂ എന്ന് കരുതുക. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഇന്ന് മാർക്കറ്റിൽ IP മാറ്റ് എന്ന് പറയുന്ന എക്സാമിന് വേണ്ടി ഒരുപാട് ബുക്സ് അവൈലബിൾ ആണ്. ഞാൻ ഒരു പബ്ലിഷറിൻ്റെയും സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. നിങ്ങൾ ബുക്ക് ഷോപ്പിൽ പോയി കഴിഞ്ഞ് നിങ്ങൾ നോക്കുമ്പോൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഏത് പബ്ലിഷറിൻ്റെ ബുക്കാണോ അത് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ജനറലായിട്ട് NCERT എല്ലാവർക്കും അറിയാം, NCERTയുടെ എല്ലാ ബുക്സും ഫ്രീ ആയിട്ട് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. IP മാറ്റ് എഴുതുന്ന എല്ലാ കുട്ടികളും NCERTയുടെ മാത്തമാറ്റിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ളത് മസ്റ്റായിട്ടും ഒന്നുകൂടി പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ കാറ്റിൻ്റെ ബുക്സ് നിങ്ങളുടെ കയ്യിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരുടെ കയ്യിലോ ഉണ്ടെങ്കിൽ അതിൽ IP മാറ്റിൻ്റെ സിലബസ് കവർ ചെയ്യുന്ന ചില ടോപ്പിക്കുകളുണ്ട്. അത് കാറ്റിൻ്റെ ബുക്കിൽ വളരെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം അതും നിങ്ങളെ ആ പ്രിപ്പറേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യാം. പിന്നെ മെയിനായിട്ട് വരുന്ന വെർബൽ എബിലിറ്റിയാണ്. വെർബൽ എബിലിറ്റി എന്ന് പറയുമ്പോൾ ആൾക്കാർ ലൈറ്റായിട്ടാണ് എടുക്കുന്നത്, കാരണം ഇംഗ്ലീഷ്, വൊക്കാബുലറി ഇതൊക്കെ നമുക്ക് അറിയാമെന്നാണ്. അങ്ങനെയല്ല, അതിനുവേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അതിന് ഒരു ബൈബിൾ എന്നോണം എനിക്ക് പറയാൻ പറ്റുന്ന ഒരു ബുക്ക് എന്ന് പറയുന്നത് ഗ്രാമറിന് എല്ലാവർക്കും അറിയാവുന്ന ബുക്കാണ് റൺ ആൻഡ് മാർട്ടിൻ എന്ന് പറയുന്നത്. ആ ബുക്ക് നിങ്ങൾ പ്രിഫർ ചെയ്യുക. അതുകൂടാതെ വൊക്കാബുലറി ബിൽഡ് ചെയ്യാനായിട്ട് വേർഡ് പവർ മെയ്ഡ് ഈസി എന്ന് പറയുന്ന ബുക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ +2 കഴിഞ്ഞ് മാനേജ്മെൻറ്റ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും തീർച്ചയായിട്ടും IP മാറ്റ് എന്ന് പറയുന്ന എക്സാം എഴുതണം. സോ നിങ്ങളുടെ മാനേജ്മെൻറ്റ് എന്ന ഒരു ആഗ്രഹത്തിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഓൾ ദ ബെസ്റ്റ്.